ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്യാബേജ് മഞ്ചൂരിയൻ കറിൻ്റെ വീഡിയോ ഒന്ന് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ക്യാബേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈയോട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ക്യാബേജിൻ്റെ കൊത്തിനെ മാത്രം എടുക്കുക. ആ വെള്ളവും ഇതെല്ലാം അങ്ങ് വേണ്ട, അതിന് ഭയങ്കര വെള്ളത്തിൻ്റെ കണ്ടൻറ്റും പിന്നെ ഒരു ഭയങ്കര പച്ച മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അങ്ങനെ മാറ്റിയിട്ടതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി, 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അത് വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 3-4 അല്ലി എടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടതും, ഒരു പിടിയോളം മല്ലിച്ചപ്പും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണൻ്റെ കളർ എന്താ അങ്ങനെയൊന്നും നോക്കണ്ട. ഞാൻ അന്ന് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ബോളിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് തന്നെയാണ് ഈ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് 2 എണ്ണ മാറ്റിയെടുക്കണ്ടെന്ന് തോന്നി. നമ്മളിപ്പോൾ പുരയിലുണ്ടാക്കുമ്പോൾ അത് വെച്ചിട്ട് തന്നെയല്ലേ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ അതിനൊന്ന് ആ ബോൾസിന് ഇട്ട് കൊടുത്തിട്ട് ചെറിയ 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 തീയിൽ വെച്ചിട്ട് അതിന് ചെറുതായിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം അതിനെ മാറ്റി വെക്കാം. എന്നിട്ട് അതേ ഓയിൽ തന്നെ എടുത്ത് ഒരു പാത്രം ചൂടായതിനു ശേഷം അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തതും, ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ ഒരു തക്കാളിൻ്റെ കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് അതിനൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3-4-5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഇളക്കിയതിന് ശേഷം അതിനൊന്ന് അടച്ചു വെക്കുക. ആ പൊടിൻ്റെ എല്ലാം പച്ചമണം മാറി ആ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കുക. അത് എന്താ വെച്ചാൽ നല്ലൊരു ഗ്രാവി ആകാനും വേണ്ടിയിട്ടും കുറച്ചും കൂടി ടേസ്റ്റിനും തന്നെ. അങ്ങനെ അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂണ് പിന്നെ തക്കാളി സോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സോയാ സോസും കൂടെ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു സാധനം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാണ്ടൊന്നും ഇരിക്കണ്ട. നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉണ്ടാക്കി വെച്ച പിന്നെ ക്യാബേജിൻ്റെ ആ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി കറി തന്നെ. ചൂട് ചോറുണ്ടാക്കി എന്ത് അപ്പത്തിൻ്റെ ഒക്കെ ആണെങ്കിലും, ചപ്പാത്തിയ പിന്നെ പൊറോട്ട വെള്ളയപ്പോ എന്താണെങ്കിലും പത്തല എന്താണെങ്കിലും സാരമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി കറിയാണ്, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മനസ്സിലാവും, വലിയ ചിലവില്ലാത്ത കാര്യം തന്നെ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ഞാനിങ്ങനെ സ്പൂണോട് ഇതാക്കിയും കൂടെ കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തതും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.